ദീപക് മാത്രമല്ല ഇവിടെ മരിച്ചത്, ഇവിടെ നിഖിൽ ബാബു മരിച്ചു, അതിനുമുമ്പ് സാജൻ മരിച്ചു. എല്ലാം സ്ത്രീകളുടെ ഈ ഒരു തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു അവർ മരിക്കാനുണ്ടായ കാരണം. സാറ് പറഞ്ഞത് ഇവിടെ മരിക്കുന്നത് ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വ്യാജ പരാതിയിൽ എത്ര പേര് മരിച്ചു? അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സ്ത്രീകൾ യാത്ര ചെയ്യേണ്ട ഇടയിൽ യാത്ര ചെയ്യാനുള്ള അവകാശമില്ലാതെ സൗമ്യ മരിച്ചു, നിർഭയ മരിച്ചു. ഈ ഇന്ത്യയിൽ ഒരുപാട് സ്ത്രീകൾ പൂർണ്ണമായി യോജിക്കുന്നു. അതുകൊണ്ടാണ് നമുക്കൊരു ബാലൻസ് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് യാത്ര ചെയ്യുന്ന സമയത്ത് മനുഷ്യര് ഇന്നത്തെ കാലത്തെ സ്ത്രീകള് ഒരുപക്ഷെ അവരുടെ ഡിഫൻസ് ടൂൾ ആയിട്ടാണ് അവരുടെ മൊബൈൽ എടുക്കുന്നത്. നിർഭാഗ്യവശാൽ ഞാൻ വ്യസനിക്കുന്നു ആ ദീപക് മരിച്ചതില്. ഇങ്ങനൊരു എനിക്ക് തിരിച്ചടിക്കാൻ ഞാൻ സമ്മതിച്ചു. അതായത് പല ഞാൻ ചോദിക്കുന്നത്, അതായത് 112 വിളിക്കേണ്ട ഒരു കേസായിരുന്നു ഇത്. 112 വിളിച്ചില്ല, കേസിന് പോയില്ല. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി അവര് വേറൊരു വഴിയിൽ നടന്നു. ആ ബസ്സിൽ കയറിയ ഒരാളിൽ ടിക്കറ്റ് ഉണ്ടാവില്ല. ആ ബസ്സിൽ കയറി ടിക്കറ്റ് ഉള്ള ഒരു മനുഷ്യന് എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വരില്ല. ഈ സ്വകാര്യ ഇടങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ ഇത് മുഴുവനും. അതായത് എന്റെ അടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നെ തോണ്ടുകയോ എന്റെ മേൽ ഉരസുകയോ അല്ലെങ്കിൽ മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തെളിവ് കാണിക്കാൻ യാതൊന്നുമില്ല. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ഇവരൊരുപക്ഷെ ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ കടന്നുപോയത് കാരണം കൊണ്ടാകാം അവരൊരു ട്യൂൾ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ്സ് പാർട്ട് ഓഫ് സെൽഫ് ഡിഫെൻസ്.